നമസ്കാരം. 10 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2014 മാർച്ച് 8-ന് മലേഷ്യയുടെ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ നിന്ന് പറന്നുയർന്ന മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് 370 എന്ന വിമാനത്തിന്റെ കഥ ഇന്നും അജ്ഞാതമാണ്. 10 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ വിമാനം എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. ലോക വൈമാനിക രംഗത്തെ ഏറെ ഞെട്ടിച്ചതാണ് ഈ ഒരു സംഭവം. ശാസ്ത്രം എത്രയേറെ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ഈ കാണാതാകലിന് പിന്നിലെ ഉത്തരം കണ്ടെത്താൻ അതിനൊന്നും സാധിക്കുന്നില്ല. ഇന്നും ലോകത്തിന് പിടികിട്ടാത്ത ഒരു നിഗൂഢതയാണ് മലേഷ്യൻ വിമാനം MH370യുടെ അപ്രത്യക്ഷമാകൽ. അതിനാൽ ഈ വിമാനത്തെക്കുറിച്ച് കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ലോകം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കാറുണ്ട്. ഇപ്പോൾ ഈ വിമാനത്തെക്കുറിച്ച് പുതിയൊരു കഥയും പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബ്രോക്കൺ റിഡ്ജ് എന്ന 20,000 അടി താഴ്ചയിലുള്ള പടുകുഴിയിൽ വിമാനം തകർന്നു കിടക്കുന്നുണ്ടെന്നാണ് പുതിയ വാദം. ടാസ്മാനിയ സർവകലാശാലയുടെ മറൈൻ അന്റാർട്ടിക് സ്റ്റഡീസ് വിഭാഗം ഗവേഷകനായ ലിന്നാണ് ഇത്തരമൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. ബ്രോക്കൺ റിഡ്ജിന്റെ കിഴക്കേറ്റത്തുള്ള ഈ ഗർത്തം അപകടകരമായ സമുദ്ര അന്തരീക്ഷത്തിന് പേരുകേട്ടതാണെന്ന് അദ്ദേഹം പറയുന്നു. ലിൻ പറയുന്ന പ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴമേറിയ ഗർത്തങ്ങളും അഗ്നിപർവ്വതങ്ങളും വലിയ പാറക്കല്ലുകളും ആഴമേറിയ കിടങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. ഇവിടെയാണ് വിമാനം മുങ്ങിപ്പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. 2014 മാർച്ച് 8-നാണ് 227 യാത്രക്കാരും 12 ജീവനക്കാരുമായി ക്വാലാലംപൂരിൽ നിന്ന് ബെയ്ജിങ്ങിലേക്കുള്ള യാത്രാമധ്യേ യാതൊരു സൂചനകളും ബാക്കി വയ്ക്കാതെ ഈ വിമാനം അപ്രത്യക്ഷമായത്. ഈ വിമാനത്തിൽ 5 ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. സാഹറി അഹമ്മദ് ഷാ എന്ന അനുഭവസമ്പന്നനായ പൈലറ്റായിരുന്നു ഈ വിമാനം നിയന്ത്രിച്ചിരുന്നത്. അർദ്ധരാത്രി 1-ഓടെ 35,000 അടി വരെ പൊങ്ങിയ വിമാനം 1-7-ന് ക്വാലാലംപൂർ എയർ ട്രാഫിക് കൺട്രോൾ സ്റ്റേഷനിലേക്ക് സന്ദേശം അയച്ചു. എന്നാൽ വിമാനം വിയറ്റ്നാമീസ് വ്യോമമേഖലയുടെ സമീപത്തെത്തിയെങ്കിലും അവിടെ റിപ്പോർട്ട് നൽകിയില്ല. വിമാനത്തിന്റെ പൈലറ്റുമായി ബന്ധപ്പെടാനുള്ള വിയറ്റ്നാമീസ് എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാരുടെ ശ്രമങ്ങളും നടന്നില്ല. തെക്കൻ ചൈന കടലിൽ വെച്ച് തന്നെ വിമാനം ദിശ മാറിയിരുന്നു. മലേഷ്യയ്ക്ക് കുറുകെ പറന്ന വിമാനം പിന്നീട് മലാക്ക കടലിടുക്കിന് നേർക്കും അവിടെ നിന്ന് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ ആൻഡമാൻ കടലിന് നേരെയുമാണ് പറന്നതെന്ന് മലേഷ്യൻ സൈനിക റഡാറുകൾ കണ്ടെത്തി. 2:22-ന് സൈനിക റഡാറിന്റെ പരിധിയിൽ നിന്ന് വിമാനം കാണാതായി. 2:30-ഓടെ ഉന്നത വ്യോമ അധികൃതർ വിഷയത്തിൽ ഇടപെട്ടു. പിന്നീട് 4 മണിക്കൂർ കഴിഞ്ഞ് വിമാനത്തിനായി ഊർജിതമായി തിരച്ചിൽ ആരംഭിച്ചു. വിമാനം അതിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കുകയും തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീഴുകയായിരുന്നുവെന്നാണ് സാറ്റലൈറ്റ് ഡേറ്റ കാണിക്കുന്നത്. കിഴക്കൻ ആഫ്രിക്കൻ തീരങ്ങളിലും ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപുകളിലും നിരവധി അവശിഷ്ടങ്ങൾ കരയിലേക്ക് ഒഴുകിയെങ്കിലും തിരച്ചിലിൽ ഒരു സൂചനയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആദ്യഘട്ടത്തിൽ മലേഷ്യയ്ക്കും വിയറ്റ്നാമിനും ഇടയ്ക്കുള്ള കടൽ മേഖലയിലായിരുന്നു പ്രധാനമായും തിരച്ചിൽ നടത്തിയത്. 34 കപ്പലുകളും 28 വിമാനങ്ങളും ഇതിനായി നിയോഗിക്കപ്പെട്ടു. 7 രാജ്യങ്ങളും തിരച്ചിലിൽ പങ്കുചേർന്നു. പിന്നീടുള്ള തിരച്ചിലുകളിൽ സർക്കാരിതര ഏജൻസികൾ ധാരാളമായി പങ്കെടുത്തു. 2018-ൽ ഈ ദുരൂഹ വിമാനത്തിനായുള്ള എല്ലാ ഔദ്യോഗിക തിരച്ചിലുകളും അവസാനിപ്പിച്ചു. ഓസ്ട്രേലിയയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തിന് 2500 കിലോമീറ്റർ അകലെ ഏതോ മേഖലയിൽ തകർന്നു വീണെന്നാണ് പിന്നീട് മലേഷ്യ അറിയിച്ചത്. 2015-ൽ കിഴക്കൻ ആഫ്രിക്കൻ തീരത്തിന് സമീപമുള്ള റിയൂണിയൻ ദ്വീപിലെ ബീച്ചിൽ നിന്ന് വിമാനത്തിന്റെ ചിറകിന്റെ ഭാഗം കണ്ടെത്തിയിരുന്നു. പിന്നീട് ടാൻസാനിയ, മൊസാംബിക്, ദക്ഷിണാഫ്രിക്ക, മഡഗാസ്കർ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യത്തിന്റെ കരകളിൽ നിന്നും 27ഓളം വിമാനാവശിഷ്ടങ്ങളും കിട്ടി. ഇതിൽ 3 ഭാഗങ്ങൾ MH370യുടേതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. MH370 വിമാനത്തിനുള്ളിൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ, അതായത് ഹൈപ്പോക്സിയ എന്ന അവസ്ഥ ഉടലെടുത്തെന്നും ഇതേ തുടർന്ന് യാത്രക്കാരും പൈലറ്റുമാരും മറ്റ് വിമാന ജീവനക്കാരും ഉൾപ്പെടെ അബോധാവസ്ഥയിലായി പോയെന്നാണ് ഒരു വാദം പറയുന്നത്. MH370യുടെ സൈബർ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടത് മൂലം ഓട്ടോ പൈലറ്റിൽ സംഭവിച്ച പിഴവാണ് അപകട കാരണമെന്നതായിരുന്നു ചരിത്രകാരനായ നോർമൻ ഡേവിസിന്റെ വാദം. 2018-ലാണ് കംബോഡിയ തിയറി എന്ന പേരിൽ ഇത് സംബന്ധിച്ച് പുതിയൊരു പ്രശസ്ത വാദം ഉയർന്നത്. ബ്രിട്ടീഷ് വീഡിയോ നിർമ്മാതാവായ ഇയാൻ വിൽസൺ ഗൂഗിൾ മാപ്പ് ഇമേജുകൾ ഉപയോഗിച്ച് കംബോഡിയയിലെ ഒരു വനത്തിൽ വിമാനം കിടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞതും ലോകമെങ്ങും ആവേശം സൃഷ്ടിച്ചു. എന്നാൽ കംബോഡിയ വാദം നിരസിച്ചു. ഇങ്ങനെ നിരവധി കഥകൾ വിമാനത്തെക്കുറിച്ച് പ്രചരിച്ചു. വിമാനം അന്യഗ്രഹ ജീവികൾ തട്ടിയെടുത്തു എന്ന് വരെ കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും പുതിയ ഈ വാദത്തിലും എത്രമാത്രം വിശ്വാസ്യതയുണ്ടെന്നും ആർക്കും വ്യക്തമല്ല. എങ്കിലും പ്രതീക്ഷ നൽകുന്ന വാർത്തയ്ക്ക് തന്നെ കാതോർക്കുകയാണ് ലോകം.